ഹായ് ഫ്രണ്ട്സ്, എസ് പി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫ്രോക്കിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 കളറായിട്ടാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഈ ഒരു ക്ലോത്ത് 1/2 മീറ്റർ മതിയാവും. അതുപോലെ തന്നെ സ്കർട്ട് ഭാഗത്തിനായിട്ടുള്ള ഈ ഒരു ക്ലോത്ത് വരുന്നത് 1/2 മീറ്റർ മതിയാവും. ഞാനിവിടെ 2 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് 1/2 മീറ്റർ തന്നെ മതിയാവും. ലൈനിങ് തുണി ഞാനൊരു ഈ ഒരു ഷെയ്ഡ് കിട്ടാത്തത് കൊണ്ടാണ് ബ്ലാക്ക് കളർ എടുത്തിരിക്കുന്നത്. അത് 3/4 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് മിച്ചമുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് മതി ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനും സ്റ്റിച്ച് ചെയ്തിട്ട് മിച്ചമുള്ള ക്ലോത്താണ് ഈ എടുത്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. ഇപ്പോൾ 2 പീസായിട്ടാണ് ഇരിക്കുന്ന ഈ ക്ലോത്ത്. അതിനെ ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ടോട്ടൽ എനിക്ക് യോക്ക് ഭാഗത്തിന് ലെങ്ത് വേണ്ടത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 ഷെയ്ഡായിട്ടാണ് നമുക്ക് യോക്ക് ഭാഗത്തിന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് 6 ഇഞ്ച് മതി. അപ്പോൾ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കി 2.5 ഇഞ്ച് 2.5 ഇഞ്ച് വരുന്നത് നമുക്ക് സ്കർട്ട് ഭാഗത്തിനുള്ള ക്ലോത്തിൽ നിന്നാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് 6 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ എത്ര 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഇതിൻ്റെ മറു സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം 6 ഇഞ്ചിൽ 3 ഇഞ്ച് നമുക്ക് മറു സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റും മറു സൈഡിലെ എൻഡായിട്ട് വരുന്ന ആ ലൈനും തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്യണം. കണ്ടോ? അപ്പോൾ നമുക്കിതൊന്ന് ഇനി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് മിച്ചമുള്ള ക്ലോത്ത് പീസുകളൊന്നും കളയാതെ കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മൾ സ്കർട്ട് ഭാഗത്തിന് എടുത്തിട്ടുള്ള ആ ക്ലോത്തിൽ നിന്ന് ഇതുപോലെ ഒരു 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടിലും ബാക്കിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു വീതിയിൽ തന്നെ ഈ ഒരു ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് ഈ ഒരു പീസ് വയ്ക്കണം. കണ്ടോ? ഇതേപോലെ അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ചരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ തന്നെ ഈ മടക്ക് വരുന്ന ഭാഗം ഒന്നിച്ച് വരുന്ന രീതിയിൽ ഒരു സൈഡിൽ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് എടുത്ത് മാറ്റാം. ഈ ഒരു പീസ് നമുക്ക് വേണ്ട. ഇനി ഈ 2 പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണം. ഒരു പീസിൻ്റെ പുറത്തായിട്ട് മറ്റേ പീസ് ഇരിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. 1/2 ഇഞ്ച് കയറ്റി വെക്കണം. കാരണം നമുക്ക് ഈ 2 പീസുകളും ജോയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സീം അലവൻസ് വേണം. അതുകൊണ്ടാണ് ഒരു 1/2 ഇഞ്ച് കയറിയിരിക്കുന്ന രീതിയിൽ ഈ ഒരു പീസുകൾ ചേർത്ത് വെക്കുന്നത്. വെച്ചിട്ട് നമുക്കിത് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. യോക്ക് ഭാഗത്തിൻ്റെ അളവുകളൊക്കെ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷോൾഡർ 4 ഇഞ്ചാണ് എടുക്കുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ താഴത്തായിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യണം. ആം ഹോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം ആ 2 പോയിന്റുകളും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് യോജിപ്പിച്ച് വരയ്ക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് വേണം. ചെസ്റ്റ് വിഡ്ത്ത് ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. 6 ഇഞ്ച് എടുത്ത ശേഷം 1 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ആ പോയിന്റിലൂടെ ഷേപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 1.25 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു ബോക്സ് പോലെ അവിടെ വരയ്ക്കണം. എന്നിട്ട് റൗണ്ട് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെയും ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം റൗണ്ട് ഷേപ്പ് അവിടെയും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ യോക്ക് ഭാഗത്തിന് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം. എനിക്ക് സീം അലവൻസ് സഹിതം 8.5 ഇഞ്ചാണ് യോക്ക് ഭാഗത്തിന് വേണ്ടത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ വണ്ണം 6 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം സീം അലവൻസും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ആ മുകളിലത്തെ താഴത്തെ ആ ഒരു പോയിന്റുകൾ ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരയ്ക്കണം. എന്നിട്ട് ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് നെക്ക് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് കട്ട് ചെയ്ത ശേഷം ആ ബാക്കിലെ പീസ് എടുത്ത് മാറ്റിയ ശേഷമാണ് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പിൻ ചെയ്ത് വെച്ചിരുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കണം. അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ, താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. രണ്ട് സൈഡിലും 1/2 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് അത് ഓപ്പൺ ആക്കി എടുക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. അപ്പം നമ്മളിവിടെ ആ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള പീസും എടുത്ത് ഇതിൻ്റെ സെൻറ്റർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ബട്ടൺസോ അല്ലെങ്കിൽ ഹുക്കോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് തുണി കട്ട് ചെയ്യണം. അതിനായിട്ട് ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ പീസും ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം. വെച്ച ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് ഒന്നിച്ച് കട്ട് ചെയ്താലും മതി, കാരണം നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാതെ ഇരുന്നാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്കർട്ട് ഭാഗത്തിനായിട്ട് ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് ഭാഗത്തിന് കട്ട് ചെയ്ത് ആ ഒരു പീസ് എടുക്കണം. അതിൻ്റെ വേസ്റ്റ് ഭാഗം സീം അലവൻസ് നമ്മൾ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഇഞ്ച് പോയിട്ട് ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഇരട്ടിയെങ്കിലും നമുക്ക് സ്കർട്ട് ഭാഗത്തിന് വേണം. അപ്പോൾ ഇരട്ടിയിൽ കൂടുതൽ എടുക്കാൻ നമുക്ക് എങ്കിൽ അത്രയും പ്ലീറ്റ് നമുക്ക് കിട്ടും. സ്കർട്ട് ഭാഗത്തിന് ഇരട്ടിയെങ്കിലും ഉണ്ടായാലേ ഫ്രോക്ക് കാണാൻ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് കുറയരുത്. നമ്മൾ സാധാ വെസ്റ്റ് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടിയെങ്കിലും നമ്മൾ എടുക്കണം. അപ്പോൾ ലെങ്ത് ഞാനിവിടെ 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ലൈനിങ് തുണിയും കട്ട് ചെയ്യണം. ലൈനിങ് തുണിയും എടുത്ത് ഇതേപോലെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ലൈനിങ് തുണിയും കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് തുണി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ലെങ്ത് വേണ്ട. നമുക്ക് നല്ല തുണിയിൽ എത്രയാണോ ലെങ്ത് ഉള്ളത് അതിൽ നിന്ന് 1-2 ഇഞ്ച് കുറച്ചാണ് നമുക്ക് ലൈനിങ് തുണി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈനിങ് തുണിയായിട്ട് നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇട്ട ശേഷം ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ 1/2 ഇഞ്ച് ഇറക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടോ, നമ്മളൊരു 1/2 ഇഞ്ച് മുകളിൽ കൊടുത്തിരുന്നു. ആ ഒരു ഭാഗം ഇതുപോലെ കൂർന്ന് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ ഒരു 1/2 ഇഞ്ച് കയറ്റി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, നമ്മൾ നോർമലായിട്ട് സാധാ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് മാറ്റാത്ത വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ റൗണ്ടായിട്ട് വരുന്ന ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലേ നമ്മൾ മറിച്ചിട്ടുമ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് നല്ല ഫിനിഷിങ് കാണുകയുള്ളൂ. ബാക്കിലും അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ കട്ട് ചെയ്ത് അതിനെ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അവിടെ ഇതുപോലെ ജസ്റ്റ് ഈ കൂർന്നിരിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ റൗണ്ടായിട്ട് വരുന്ന ആ ഒരു ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ നല്ല വശം നമുക്ക് പുറത്തെടുക്കണം. രണ്ട് സൈഡിൻ്റെയും നല്ല വശം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പതിഞ്ഞ് അവിടെ ഇരിക്കും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് 1 ഇഞ്ച് വീതിയിൽ ഞാൻ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല സൈഡിലായിട്ട് ആ ഒരു പീസ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി ഈ ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത ശേഷം ഇതൊന്ന് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഇതേപോലെ കുറച്ച് ഭാഗം മാത്രം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ പൈപ്പിംഗ് ചെയ്ത് ആ ഒരു ഭാഗത്ത് കയറാത്ത രീതിയിൽ അതിൻ്റെ അരികിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ആ പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് വീണ്ടും മറു സൈഡിൽ ഈ ഒരു പീസ് വെച്ചിട്ട് 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്യണം. കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഇനി ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യണം. കണ്ടോ, ഇതേപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു കോണായിട്ട് വരുന്ന ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു സെൻറ്റർ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് ഭാഗത്തിൻ്റെ ഫ്രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു പീസിൽ ഞാൻ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വരച്ചിട്ടുള്ള ആ ലൈനിന് പുറത്തായിട്ട് തന്നെ ഈ ഒരു പീസ് വയ്ക്കണം. കറക്റ്റായിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പുറത്തായിട്ട് വരരുത്. അതിൻ്റെ സൈഡിൽ കൂടെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഉൾഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു ഭാഗമൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ഞാനിവിടെ ലൈനിങ് തുണിയായിട്ട് നല്ല സൈഡ് ചേർത്തിട്ട ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ നല്ല സൈഡ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഈ 2 പീസുകളും തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ കട്ട് ചെയ്ത ആ ഒരു ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർത്തിട്ടിട്ട് 1/2 ഇഞ്ച് കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ മറു സൈഡിലും ഈ 2 പീസുകളും ചേർത്തിട്ട് 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിനെ നിവർത്തിയിടാം. നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ തയ്യൽ തുമ്പ് താഴ്ത്തോട്ട് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് അത് താഴ്ത്തോട്ട് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പതിഞ്ഞവിടെ ഇരിക്കും. മുകളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് അത് സ്റ്റിച്ചിങ് നമുക്ക് പുറത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താഴ്ത്തോട്ട് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് യോക്ക് ഭാഗത്തിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ജോയിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്തിട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ ഒരു നല്ല സൈഡിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ബാക്കിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഡബിൾ ഫോൾഡ് കൊടുത്ത് ഫുൾ ബാക്കിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ നമുക്ക് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ക്ലോത്ത് ഒന്നും കാണില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ 2 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കർട്ട് ഭാഗത്തിൻ്റെ ക്ലോത്തിൽ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് വേസ്റ്റ് അളവ്, ആ ഒരു വേസ്റ്റ് അളവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന രീതിയിൽ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു ക്ലോത്ത് കണ്ടോ, കറക്റ്റ് അളവിൽ കിട്ടണം. ഇതേപോലെ തന്നെ മറു സൈഡിലുള്ള പീസും പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം. ഞാനിവിടെ ലൈനിങ് തുണി പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് നല്ല തുണിയും വയ്ക്കണം. വെച്ചിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് യോക്ക് ഭാഗത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഞാനിവിടെ ഫസ്റ്റ് എടുക്കുന്നത്. അതിൻ്റെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു സൈഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു 3 പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലും ഇതേപോലെ ജോയിൻറ്റ് ചെയ്യണം. അതിനായിട്ട്
ജസ്റ്റ് ഒന്ന് ഒരു പീസിൻ്റെ പുറത്തായിട്ട് ഒരു പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരല്പം മാത്രം കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, അത് നമുക്ക് ജോയിൻ്റ് ചെയ്തിരിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ലൈനിങ് തുണിയുടെ പുറത്തായിട്ട് നല്ല തുണി വെച്ചു. അതിൻ്റെ പുറത്തായിട്ട് യോക്ക് ഭാഗത്തിൻ്റെ നല്ല സൈഡ് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡുകൾ ജോയിൻ്റ് ചെയ്യണം. അതിനായിട്ട് രണ്ട് പീസിൻ്റെയും നല്ല സൈഡുകൾ ചേർത്തിട്ടിട്ട് എത്രയാണോ നമ്മൾ സീം അലവൻസ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു വേസ്റ്റ് ഭാഗത്തിൻ്റെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം ആദ്യം നല്ല തുണികൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ലൈനിങ് തുണികൾ പിടിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ആ ഒരു വേസ്റ്റ് ഭാഗത്തിൻ്റെ താഴ്ഭാഗം വരെ വന്ന ശേഷം അതൊന്ന് ചരിച്ചു കൊണ്ടുവന്ന് ആദ്യം നല്ല തുണികൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ലൈനിങ് തുണിയും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ രണ്ട് സൈഡും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗങ്ങൾ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഇതേപോലെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ആദ്യം ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം നല്ല തുണിയും ഫുള്ളായിട്ട് ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ യോക്ക് ഭാഗത്തായിട്ട് ഞാനിവിടെ രണ്ട് ഫാബ്രിക് ബട്ടൺസ് വെച്ചിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കിലും മുകൾ ഭാഗത്തായിട്ട് ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ ഇതൊന്ന് പിടിച്ചിടാനായിട്ട് ബട്ടൺസിൻ്റെ ഉള്ളിലായിട്ട് പിടിച്ചിടുമ്പോൾ അത് നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഈ ക്ലോത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയ ശേഷം വീതി കുറഞ്ഞ രീതിയിൽ അതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ നല്ല വശം പുറത്തെടുക്കണം. കണ്ടോ, ഇതേപോലെ കിട്ടും. ഇനി ഈ ഒരു പീസിനെ 2 ഇഞ്ച് വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് 3 പീസ് കട്ട് ചെയ്തെടുക്കണം. കാരണം 3 ബട്ടൺസാണ് നമുക്ക് ബാക്കിലുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബട്ടൺ വെച്ചിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഈ ഒരു പീസിനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം. കണ്ടോ, ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് താഴോട്ടും അതുപോലെ തന്നെ രണ്ടായിട്ടൊന്ന് മടക്കി ഈ ഒരു മടക്ക് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് 3 സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺസിൻ്റെ ഉള്ളിലായിട്ട് കണ്ടോ ഇതുപോലെ പിടിച്ചിടുമ്പോൾ ബാക്കിൽ നമുക്ക് നല്ല കാണാൻ ഭംഗിയും കാണും, നല്ല സേഫ്റ്റി ആയിട്ട് കിടക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഹുക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഹുക്കും വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.